ഹലോ, ഞാൻ UK പോവുകയാണ് കേട്ടോ. മക്കളുടെ അടുത്തേക്ക് പോകുന്നതിൻ്റെ സന്തോഷം ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളോട് യാത്ര പറഞ്ഞപ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നി. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പുലർച്ചെ 3 മണിയുടെ ഫ്ലൈറ്റായിരുന്നു. രാത്രി 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 10:30 എയർപോർട്ടിലെത്തി. ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ്, എന്നാലും കുറച്ച് സ്നാക്സും ഒരു കോഫി മാത്രമേ എടുത്തുള്ളൂ. തനിച്ചായിരുന്നതുകൊണ്ട് ഒരു മൂഡ് ഓഫും ഉണ്ടായിരുന്നു. ലോഞ്ചിൽ തന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ അനൗൺസ്മെൻറ്റ് വന്നപ്പോഴാണ് ഗേറ്റിലേക്ക് പോയത്. ഫ്ലൈറ്റിൽ കയറി. സൗദി എയർലൈൻസിൻ്റെ നല്ലൊരു ഫ്ലൈറ്റായിരുന്നു. ഫ്ലൈറ്റ് പറന്ന് പൊങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കോഫി കിട്ടി. പിന്നെ ഫുഡിനും ചോയ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് വന്നു. ആ സമയത്താണെങ്കിലും ഫുഡ് കഴിച്ചു. 6 മണിക്കൂറോളം ഫ്ലൈറ്റിലിരിക്കേണ്ടതല്ലേ. ആകാശത്തിൻ്റെ കാഴ്ച അതിമനോഹരമായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഒരു ഭംഗി. 3 മണിക്ക് ഫ്ലൈറ്റ് പൊന്തി. ഇരുട്ട്, ആകാശത്ത് ഇരുട്ടിനിടയിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതിൻ്റെ ഒരു പ്രത്യേക ഭംഗി. അത് കഴിഞ്ഞ് വെളിച്ചം വീണു. അങ്ങനെ 6 മണിക്കൂറിന് ശേഷം ജിദ്ദ എയർപോർട്ടിലേക്ക് വിമാനം ലാൻഡ് ചെയ്തു. അവിടെ 1.25 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടുന്ന് വീണ്ടും സൗദിയുടെ ഫ്ലൈറ്റ് തന്നെയായിരുന്നു. പിന്നെയും 6 മണിക്കൂർ 42 മിനിറ്റ് ഉണ്ട് മാഞ്ചസ്റ്ററിലേക്ക്. എയർപോർട്ടിൽ കുറച്ച് നേരം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അങ്ങനെ വീണ്ടും അടുത്ത ഗേറ്റിലേക്ക്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ടിക്കറ്റ് എക്കണോമി ആയിരുന്നു. ഫുഡ് വന്നു. പിസ്സയും കേക്കും കോഫിയും ആയിരുന്നു. ഇനിയും എത്ര സമയമുണ്ടെന്ന് നോക്കി മോണിറ്ററിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ 6.25 മണിക്കൂറോളം ഫ്ലൈറ്റിലിരുന്ന് മാഞ്ചസ്റ്റർ എയർപോർട്ടിലെത്തി. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. മക്കൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടു. ഒരുപാട് സന്തോഷമായി. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.